പത്തനംതിട്ട പെരിങ്ങരയിൽ വെള്ളക്കെട്ടിലൂടെ 80-കാരന്റെ മൃതദേഹവുമായി വിലാപയാത്ര. വെള്ളം പൊങ്ങിയപ്പോൾ മൃതദേഹം കൊണ്ടുപോകാനായി താൽക്കാലികമായി നിർമ്മിച്ച പാലവും ഇന്നലെ മുങ്ങുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് വേങ്ങൽ സ്വദേശി ജോസഫ് മാർക്കോസ് മരിച്ചത്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ജോസഫ് മാർക്കോസ് എന്ന ഒരു 80-കാരൻ, അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വീട്ടിൽ തന്നെ കിടപ്പിലായിരുന്നു. അങ്ങനെ മരിച്ചു. അതിനുശേഷം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അതിനിടയിലാണ് ശക്തമായ രീതിയിലുള്ള മഴ വന്നത്. അപ്പോൾ മഴയാണെന്ന കുടുംബത്തിന് അറിയാമായിരുന്നു. ഏതാണ്ട് ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് ഈ പെരിങ്ങര വേങ്ങൽ മേഖല. അവിടെ ഏതാണ്ട് ഒരു 6 മാസക്കാലം ഏതാണ്ട് വെള്ളപ്പൊക്കത്തിന് സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ജനങ്ങൾ ജീവിക്കുന്നതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാനും അതുപോലെ തന്നെ സംസ്കാര ശുശ്രൂഷകളൊക്കെ നടത്താൻ വേണ്ടി അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു. അതും പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ആ പാലവും മുങ്ങുകയായിരുന്നു. സ്വാഭാവികമായി മറ്റു മാർഗ്ഗങ്ങളില്ല, ചതുപ്പാണ്. ഒരു വഴി ആ ഭാഗത്തുകൂടി ഉണ്ടെങ്കിലും അതൊരു പൂർണ്ണമായ ചതുപ്പായ മേഖലയാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ നാട്ടുകാർ എല്ലാവരും അതുപോലെ തന്നെ ബന്ധുക്കളുമൊക്കെ ചേർന്ന് ഇന്ന് ഒരു 11 മണിയോടുകൂടി മൃതദേഹം ഏതാണ്ട് ഒരു മുട്ടോളം വെള്ളത്തിന് അല്ലെങ്കിൽ അരക്കപ്പം വെള്ളം എന്നൊക്കെ പറയാമെന്ന ഒരു മേഖലയിലൂടെ എടുത്ത് ദുഷ്കരമായി കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റി CSI പള്ളിയിൽ കൊണ്ടുപോയി സംസ്കാര ശുശ്രൂഷകൾ നടത്തിയിരിക്കുന്ന നാട്ടുകാർക്ക് വലിയ പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട്. കാലങ്ങളായി നാട്ടുകാരുടെ ആവശ്യമാണ് ഈ വെള്ളം കയറുന്നത് താൽക്കാലികമായി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ആ മേഖലയിലൂടെ ആളുകൾക്ക് സുഖമായി സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന ഒരാവശ്യം നാട്ടുകാർക്കുണ്ട്. പക്ഷേ അധികൃതർ അത് ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപം ഉയർത്തുന്നുണ്ട്. എന്തായാലും മൃതദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.